Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, good morning. കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? കാണുമായിരിക്കും അല്ലെ? ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി സെക്കൻഡ് അവർ ആണ് എന്റെ, പക്ഷെ ഫസ്റ്റ് അവർ ആണ് ഞാൻ കയറിയിരിക്കുന്നത്. സെക്കൻഡ് അവർ ആണ്. ഓക്കെ, ചേഞ്ചസ് വരുത്തിയേക്കുന്നതാണ്, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സെക്കൻഡ് അവർ തന്നെയാണ്. ഓക്കെ, നമുക്കിപ്പോ നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് പോകാം. പുതിയ ചാപ്റ്റർ ഏതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, അതാണ് ജസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം എന്നുള്ളത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്തു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഹോസ്പിറ്റലിന്റെ സൈസ് വേരിയേഷൻ അനുസരിച്ചിട്ട് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങൾക്ക് വേരിയേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തെ ജസ്റ്റ് പറഞ്ഞു. എന്താണ് POSP CORP അല്ലെ എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. അത് പഠിക്കാൻ എളുപ്പമായില്ലേ? ആ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ചിട്ട് അറിവില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. The term hospital administration covers a vast number of activities which may roughly be classified into 3 categories. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഒരു സ്റ്റാർട്ടിങ് മുതൽ റൊട്ടീൻ ആയിട്ട് പോകുന്നത് വരെയും ഒരു പ്രത്യേക രീതിയിൽ തന്നെ അത് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട് അല്ലെ. അതായത് നമുക്ക് ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് കുറെ പെർമിഷനും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തൊക്കെ പോകേണ്ടി വരും. അല്ലാതെ വെറുതെ നമുക്ക് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലെ. ഏത് തരത്തിലുള്ള ബിസിനസ് ആയാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതി, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെ പെർമിഷൻ ആവശ്യമുണ്ടോ, അതെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അതിന്റെ ഒരു റുട്ടീനായിട്ട് ഉള്ള വർക്ക് ഫ്ലോയിലേക്ക് അത് പോവുകയും ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് കാറ്റഗറൈസ് ചെയ്ത് അല്ലെ ഒരു പ്രത്യേകം വിഭാഗങ്ങളാക്കിയിട്ടാണ് അതിന്റെ നടപടിക്രമങ്ങൾ നടപ്പാക്കി പോകുന്നത്. The term hospital administration covers a vast number of activities. അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അവിടെ കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. Which may roughly be classified into 3 categories. 3 കാറ്റഗറി ആയിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവിടെ കാറ്റഗറി 1-നാണ് ഫസ്റ്റ് ആരോ മാർക്ക് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ കാറ്റഗറി 2-ന് സെക്കൻഡ് ആരോ മാർക്ക്. ദെൻ തേർഡിന് കാറ്റഗറി 3-ക്ക് ആണ് തേർഡ് ആരോ മാർക്ക് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കാറ്റഗറി അനുസരിച്ചിട്ടാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാറ്റഗറിയിൽ എന്താ പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ. കാരണം നമുക്ക് അറിയാം ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും എന്താണെങ്കിലും അതിന് നിയമനിർമ്മാണ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം അല്ലെ. നിയമാനുസൃതമായിട്ട് മാത്രമാണ് നമുക്ക് ഏതൊരു ഇൻഡസ്ട്രി അല്ലെ, ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. സോ അത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നിയമ സംഹിത പോലെ തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. സോ പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, അതിന്റെ നിയമനിർമ്മാണ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. നെക്സ്റ്റ് ആ കാറ്റഗറിയിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ എന്താണോ, ഹോസ്പിറ്റൽ ആണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൊത്തത്തിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ, ആസൂത്രണം തയ്യാറാക്കേണ്ടതുണ്ട്. Determination of international policy.
തീർച്ചയായിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ആ ഒരു ഏരിയയിൽ ഏത് രീതി അപ്ലൈ ചെയ്തിട്ട് വേറെ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇവിടെ നാഷണലി ഇന്റർനാഷണലി ഒക്കെ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ തന്നെ അത് മുന്നോട്ട് പോകണം അല്ലെ. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടി 24 hours വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആയിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ് അതിന്റെ റൂൾസ് എല്ലാം തന്നെ ഒരുപോലെ തന്നെയാണ് അല്ലെ. അപ്പൊ എല്ലാ ബിസിനസ് ഫേമുകളിലും എല്ലാ ഹോസ്പിറ്റലിലും അത് ഒരുപോലെ തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അറിയാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസി. ഇന്റർനാഷണൽ പോളിസികളൊക്കെ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കി പോകേണ്ടതുണ്ട്. റെഗുലേഷൻ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽസ്. നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ നടപടിക്രമങ്ങളെല്ലാം അത് കൃത്യമായിട്ടൊക്കെ നമുക്ക് ഏത് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ നിയമനിർമ്മാണം അതേപോലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അത് ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്ന കുറെ പോളിസികൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എല്ലാം തന്നെ ഒത്തിണങ്ങി കൊണ്ടുപോയാൽ മാത്രമാണ് ആ ഓർഗനൈസേഷന്റെ ഒരു സ്റ്റാർട്ടിംഗ് പെർമിഷനൊക്കെ ലഭ്യമാകുള്ളൂ അല്ലെ. എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ലഭിക്കാതെ പോകും. സോ ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഏത് ലെവലിലാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ്. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരെ ഫസ്റ്റ് കാറ്റഗറിയിൽ ആദ്യമായി തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, planning of the hospital systems as a whole, then determination of the international policy, regulation for the operation of hospitals, then establishment of architectural control and the standards. Okay, നമുക്കറിയാം ആർക്കിടെക്ട് അല്ലെ പല രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഒരു ഡിസൈൻ ഒക്കെ തയ്യാറാകുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ചിലതിനൊന്നും പെർമിഷൻ കിട്ടില്ല അല്ലെ. ഇന്ന പ്രൊവിഷൻ വേണം, ഇന്ന പ്രൊവിഷൻ വേണം, ഇത്രയും പ്ലേസ് വേണം അല്ലെ, അത്രയും അകലം വേണം, അങ്ങനെയൊക്കെയുള്ള കുറെ സാധ്യതകൾ വരില്ലേ. എന്തെങ്കിലൊക്കെ അനുമതികളൊക്കെ കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്കും കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ? വരും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഫസ്റ്റ് കാറ്റഗറി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാറ്റഗറിയിൽ എന്തൊക്കെയാണ് പെടുന്നതെന്നുള്ളത് നോട്ട് ചെയ്ത് പോവുക. കാരണം കാറ്റഗറി 1 എന്തൊക്കെ പെടാം എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, planning of the hospital system as a whole, determination of international policy, regulation for the operation of hospitals, and establishment of architecture, control and standards. Okay, മാനദണ്ഡങ്ങളൊക്കെ അവിടെ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. സോ അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. എന്താണ് നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്? ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ലെജിസ്ലേഷൻ ആൻഡ് ഓഫ് സോഷ്യൽ അസിസ്റ്റൻസ് പ്രൊവിഷൻ ബൈ ദ authorities responsible for the management of hospital service, whether they are local or regional, public or private. ഓക്കെ, നമ്മളിപ്പോ തുടങ്ങാൻ പോകുന്ന ഹോസ്പിറ്റൽ ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് ഇൻ കേസ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കാം, ഇൻ കേസ് ലൊക്കാലിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം നല്ല സെൻട്രൽ ആയിട്ടുള്ള പ്ലേസിൽ തന്നെയായിരിക്കും. എവിടെ തന്നെയാണെങ്കിലും അവിടെയുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ നിയമനിർമ്മാണ സംഹിതകളൊക്കെ നടപ്പാക്കി പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് അതിലെല്ലാം ഒരു ഒത്തുതീർപ്പൊക്കെ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ആദ്യം തന്നെ അപ്പൊ നമ്മള് മൊത്തത്തിൽ ഒരു വലിയ ബിസിനസ്, ആ ബിസിനസിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിന്റെ ഇന്റർനാഷണലി ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമനിർമ്മാണ സംഹിതകളും റെഗുലേഷൻ നടപടിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വീണ്ടും ആപ്ലിക്കേഷൻസ് അല്ലെ. നമ്മള് ഏത് ലൊക്കാലിറ്റി ബേസ് ചെയ്തിട്ടാണോ, ഏത് അല്ലെ പഞ്ചായത്തോ അതിന്റെ റീജിയണലാണോ എവിടെയാണോ അതുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ ആൻഡ് സോഷ്യൽ അസിസ്റ്റൻസ് പ്രൊവിഷൻ ബൈ ദ അതോറിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ദ മാനേജ്മെന്റ് അല്ലെ. നമുക്ക് എന്തിനും ഒരു അനുമതി വേണം അല്ലെ. അവിടെ കൃത്യമായിട്ടുള്ള അനുമതി കിട്ടിയാൽ മാത്രമാണ് ആ സർവീസ് ഹോസ്പിറ്റൽ സർവീസ് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് പബ്ലിക്കിന് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഏത് തരത്തിലാണ്, പ്രൈവറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ പബ്ലിക് മിക്സ് ചെയ്തിട്ടാണോ, ഏത് തരത്തിലും നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്താൽ, പക്ഷെ അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള അനുമതി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് കാറ്റഗറിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളാണ് അവിടെ നിർവഹിക്കുന്നത്. തേർഡ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി റണ്ണിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ ബൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കൺസേൺഡ് വിത്ത് പേഴ്സണൽ, ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസ്.
ഓക്കെ, നമുക്ക് ഈ അനുമതിയും കാര്യങ്ങളൊക്കെ കിട്ടിയതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളാണ് എന്താണ് റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം അവിടെ ഡ്യൂട്ടിക്ക് ഹ്യൂമൻ റിസോഴ്സുകളുണ്ട്, അല്ലെ, അവിടെ കൃത്യമായിട്ട് അവർക്കെല്ലാം സാലറി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഫിനാൻസും കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സർവീസുകൾ അല്ലെ, നമ്മുടെ മെഷീൻസും കാര്യങ്ങളൊക്കെ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതും കൈകാര്യം നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്ത് പോകണം. ഇൻ കേസ് അതിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളാക്കി അല്ലെ നല്ല കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ മൂവ് ചെയ്യണം. സോ അത്തരത്തിലുള്ള എല്ലാ നടപടികളും അല്ലെ, അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസും ഒപ്പം തന്നെ മിഷനറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ കാര്യങ്ങളും നടത്തിപ്പ് ആയി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് 3rd കാറ്റഗറിയിൽ വരുന്നത്. സോ ഇതെല്ലാം നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ കാറ്റഗറി ചെയ്തിട്ടുള്ള കാര്യങ്ങള്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ചോദ്യങ്ങൾ വരുന്നത് ഓരോ കാറ്റഗറിയിലും ഏത് തരത്തിലുള്ള ഡ്യൂട്ടികളാണ് നിർവഹിക്കേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് തയ്യാറാക്കി എടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതില് നമ്മൾ കണ്ടു പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫ് ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കവർ ചെയ്ത് പോകുന്നത്. നമ്മൾ അതിനെയൊക്കെ കാറ്റഗറി ചെയ്തിട്ട് തന്നെയാണ് തിരിച്ച് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ 3 കാറ്റഗറി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വീണ്ടും നമുക്ക് നോക്കേണ്ടത് ഒക്കെയാണ് അല്ലെ, പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യാലോ. അപ്പൊ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. ഇതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്? നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അവരുടെ പ്രത്യേകമായിട്ടുള്ള റോളുകൾ എന്താണെന്ന് നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണ് അല്ലെ. അവിടെ ഓവർവ്യൂവിലും അഡ്മിനിസ്ട്രേറ്റീവിന്റെ റെസ്പോൺസിബിലിറ്റീസ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചു പോയതാണ്. ഓക്കെ, അതൊക്കെ തന്നെയാണ് ഇതിലും മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾ ഈസി ആയിരിക്കും. ഫസ്റ്റ് നോക്കാം, എബിലിറ്റി ടു സീ അഹെഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി, planning for the future while management the present. ഓക്കെ, അതായത് അവിടെ മൊത്തത്തിലെ ഒരു ഹെഡായിട്ട് നിന്നിട്ട് അല്ലെ പ്ലാൻ ചെയ്യില്ല. ഇപ്പോഴും നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഒരു ആസൂത്രണ കാര്യങ്ങളായിരിക്കും അല്ലെ, ദൈനംദിന പ്രവർത്തനങ്ങളാണെങ്കിലും ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് അത് കൈകാര്യം ചെയ്ത് പോകുന്ന പ്രവർത്തനങ്ങളായിരിക്കും അവർ കൈകാര്യം ചെയ്ത്. സോ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് അവർക്ക് എപ്പോഴും എടുത്തുകൊണ്ടേയിരിക്കണം അല്ലെ. എബിലിറ്റി ടു സീ ആൻഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി അല്ലെ, അവരെപ്പോഴും നോക്കി കാണണം, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടുള്ളത്? പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ ബൈ മാനേജിങ് ദ പ്രസന്റ് അല്ലെ. നിലവില് നന്നായിട്ട് തന്നെ ഹോസ്പിറ്റൽ റൺ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാം ഇല്ല എന്നതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടെ കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു അല്ലെ. ആ ഒരു റോളാണ് മെയിൻ ആയിട്ട് അവര് നിർവഹിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് ആക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് ബീയിങ് ആൻ ഏജന്റ് ഓഫ് എ ചേഞ്ച്. ഓക്കെ, അദ്ദേഹത്തിന് വേണ്ട മറ്റൊരു കഴിവ് എന്ന് പറയുന്നത് എന്താണ്? ആക്സെപ്റ്റ് ന്യൂ അല്ലെ. നമ്മൾക്കറിയാം ഏതൊരു ബിസിനസ് ആണെങ്കിലും ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നത്. നിലയുറച്ച് തന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ്സിന് ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല അല്ലെ. ചിലപ്പോൾ പാടെ ഡൗൺ ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം നമുക്കറിയാം ഈ ഇന്നോവേറ്റീവായ കാലഘട്ടത്തിൽ പുതുമയോട് കൂടിയിട്ട് തന്നെ മെച്ചപ്പെടുത്തി കൊണ്ടുപോയില്ലെങ്കിൽ ആരും അല്ലെ എല്ലാ കസ്റ്റമേഴ്സും തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കില്ല. അതിനെ അല്ലെ പുതുമയെ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ അല്ലെ എല്ലാ ഒരു കസ്റ്റമേഴ്സ് എപ്പോഴും പുതുമയായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ സോ എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, പുതിയ പുതിയ സൃഷ്ടിപരമായിട്ടുള്ള ഐഡിയാസുകളൊക്കെ സ്വീകരിക്കാനായിട്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ തയ്യാറാവണം. ബീയിങ് ആൻ ഏജന്റ് ഓഫ് എ ചേഞ്ച്
അല്ലെ ഒരു ചേഞ്ച് നടത്താനായിട്ടുള്ള ഒരു ഏജന്റ് ആയിട്ട് തന്നെയായിരിക്കണം അവരുടെ നിലകൊള്ളേണ്ടത്. അത് പുതുമകൾ എന്താണെന്നുള്ളത് കണ്ടെത്തണം, അല്ലെ അത് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവലോകനമൊക്കെ തയ്യാറാക്കി അത് നടപ്പാക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി അവർക്കുണ്ടാവണം. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. Then third one, willingness to take the risk to get the new ideas accepted and implemented. ഓക്കെ, ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് അത് ഭയങ്കര റിസ്ക് ആണ്, അല്ലെ? ഭയങ്കര റിസ്ക് ആണെങ്കിൽ അത് വേണ്ട, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിറ്റ് കളയാനായിട്ടുള്ള സാധ്യതകളായിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. പക്ഷെ ആ റിസ്ക് എങ്ങനെയാണെങ്കിലും അത് നമുക്ക് ചിലപ്പോൾ പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോകാനായിട്ട് അവർക്ക് സ്റ്റാഫ് വില്ലിങ് ആവണമെന്നില്ല. കാരണം അവർക്ക് ഉള്ള നോളജ് പരിമിതമായിരിക്കാം, അല്ലെ? അപ്പൊ അത് പക്ഷെ ആ പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്താലും അതിനോടൊപ്പം കൈകാര്യം ചെയ്തു പോകാനുള്ള ട്രെയിനിങ് പാക്കേജ് ഒക്കെ ചിലപ്പോൾ ആ സ്റ്റാഫിന് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അവരെ സംബന്ധിച്ച് മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുക മാത്രമല്ല അതിനോടൊപ്പം തന്നെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടിയും കൂടിയും ഓവർലോഡാണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ ന്യൂ ഐഡിയാസ് അക്സെപ്റ്റ് ചെയ്യുകയും വേണം, അത് നടപ്പാക്കുകയും ചെയ്യണമെങ്കിൽ അതിനതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു ശേഷിയും കൂടി ആർക്കുണ്ടാവണം? അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗങ്ങളുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ റണ്ണിങ് ആയിട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ദെൻ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും നല്ലൊരു ഐഡിയാസ് ഉണ്ടാവണം. ദെൻ സെക്കൻഡ്ലി പറഞ്ഞു ഒരു ഏജന്റ് ആയിട്ട് നിലകൊള്ളണം, അല്ലെ? പുതിയൊരു ഐഡിയാസുകളൊക്കെ ചേഞ്ചുകളൊക്കെ വേണ്ടി വരും എന്നുള്ള ഒരു മൈൻഡിനോട് കൂടിയിട്ടായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം റിസ്ക് ഉണ്ടാവും. ആ റിസ്ക്, അല്ലെ, അത് റിസ്ക് വഹിക്കാനുള്ള ശേഷി അത്തരത്തിലുള്ള ന്യൂ ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വില്ലിങ്നെസ് അവർക്ക് ഉണ്ടായിരിക്കും. വീണ്ടും എബിലിറ്റി ടു അനലൈസ്, സിന്തസിസ് ആൻഡ് ഇന്റഗ്രേറ്റ് ഡൈവേഴ്സ് ഇൻഫോർമേഷൻ. ഓക്കെ, നമ്മളിപ്പോ കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കറിയാം പുതിയ ഐഡിയാസ് ഒക്കെ ഓക്കെ പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്ത് അത് നടപ്പാക്കി പോകുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ റിവേഴ്സ് ആയിട്ടുള്ള എഫക്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെയും സാധ്യതകൾ ഉണ്ടാവോ? എല്ലാ പുതിയ ഐഡിയാസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല, അല്ലെ? ചിലപ്പോൾ റിസ്ക് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ റിവേഴ്സ് ആയിട്ടുള്ള എഫക്ട് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളും ഉണ്ടാവും. അപ്പൊ കറക്റ്റായിട്ട് ശരിക്കും അനലൈസ് ചെയ്യണം, അല്ലെ? വിശകലനം ചെയ്യണം എന്ത് കാര്യമാണെന്ന്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും പല ഡിഫറെന്റ് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇത്തരത്തില് തീർച്ചയായിട്ടും നമുക്കറിയാം റിസ്കുകൾ വരാൻ സാധ്യതകളുണ്ട്. റിസ്കുകൾ വരുമ്പോൾ അത് നല്ല രീതിയിൽ വിശകലനം ചെയ്താൽ മാത്രമാണ് ഈ റിസ്ക് എടുക്കുന്നതിന് ഒരു നല്ല ബെറ്റർ ആയിട്ടുള്ള ഏർണിങ്സ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ റിസ്ക് എടുക്കുന്നതിന് അനുസരിച്ചിട്ടുള്ള ഏർണിങ്സ് ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ? അപ്പൊ അനലൈസേഷൻ അവിടെ ആവശ്യമാണ്. എബിലിറ്റി ടു അനലൈസ്, സിന്തസിസ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ഡൈവേഴ്സ് ഇൻഫോർമേഷൻ, അല്ലെ? കിട്ടുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ വ്യത്യസ്ത വൈവിധ്യമായ ഇൻഫോർമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ വിശകലനമൊക്കെ ചെയ്ത് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളതൊക്കെ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ കൂട്ടിച്ചേർത്ത് ചിലപ്പോഴാണെങ്കിൽ തൊഴിലാളികൾ, അല്ലെ, അവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് എളുപ്പം കൂടുതൽ ഇംപ്ലിമെന്റ് മെഷീൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നേക്കാൾ ചിലപ്പോൾ അതായിരിക്കും. ചിലപ്പോൾ നമുക്കറിയാം ടെക്നോളജി ഡെവലപ്മെന്റ് ചെയ്യുന്നതനുസരിച്ച് ഡിജിറ്റലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ ഏതിനാണ് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ചാൻസ്, അല്ലെ? അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആ ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് ഏറ്റവും ഫേവറബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നുള്ളത് തീരുമാനിച്ച് അത് നടപ്പാക്കി പോകാനായിട്ടാണ് എപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര് ശ്രമിക്കേണ്ടത്. സോ അതിനും നല്ല വിശകലനം ചെയ്യാനും അല്ലെ ശരി ഏത് തെറ്റേതാന്നൊക്കെ തിരിച്ചറിഞ്ഞ് അത് ഇന്റഗ്രേറ്റ് ചെയ്ത്, അല്ലെ, അതെല്ലാം കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെൻസ് ഓഫ് equality, fairness and social justice in all dealings within and outside the hospital. Okay, നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ പക്ക ഡീസന്റ് അല്ലായെങ്കിൽ ഓർഗനൈസേഷൻ ആ പോക്ക് വളരെ മോശമായിരിക്കും. കാരണം അവരെപ്പോഴും എല്ലാവരോടും ഒരേപോലെ തന്നെ ഡീൽ ചെയ്യണം, അല്ലെ? അവർക്ക് തോന്നുന്നവരോട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് മനോഭാവം അത് അവർക്ക് സാലറി കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക്
വർക്ക് ചെയ്യാനുള്ള സമയങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശരിയല്ലേ? റിലേറ്റീവ്സിനോടൊക്കെ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നവരോടൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു അങ്ങനെ കീപ്പ് ചെയ്ത പാടല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സെൻസ് ഓഫ് ഈക്വാലിറ്റി അല്ലെ, എല്ലാവരോടും നല്ല ഈക്വാലിറ്റി കൈകാര്യം ചെയ്യണം. സോഷ്യൽ ജസ്റ്റിസ് തുല്യനീതിയോടുകൂടി പെരുമാറാൻ ശ്രമിക്കണം. ഓൾ ഡീലിംഗ്സ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണെങ്കിലും ഔട്ട്സൈഡ് ഡീലിംഗ്സിലാണെങ്കിലും അല്ലെ, ചിലർക്ക് കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്നു, ചിലർക്ക് മിതമായ രീതികൾ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിലപാടുകളായിരിക്കും ഇത്. ഇൻ കേസ് പങ്ക്ച്വാലിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എല്ലാവരോടും എന്താണ് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ തുല്യ നീതിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കഴിവ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു റോൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷന് നല്ല ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ നോളജ് ആൻഡ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, നമുക്കറിയാവുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരൊക്കെ വെറുതെ കുറച്ച് കഴിവുകൾ മാത്രമല്ല അല്ലെ, ഒരുപാട് കഴിവുകളുള്ളവരെയാണ് ഏറ്റവും തലപ്പത്തുള്ള പോസ്റ്റിലേക്ക് അല്ലെ നിയമിക്കുക. കാരണം എന്തുകൊണ്ടാ, അവർക്കാണ് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനോ വേണ്ടയോ അതനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാവരും തുല്യ നീതി പുലർത്താനായിട്ട് അതല്ലെങ്കിൽ മാറി വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അല്ലെ, അതൊക്കെ അമെൻഡ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള കഴിവുണ്ടാവുള്ളൂ. സോ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം, സ്കിൽ ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെ, എങ്കിൽ മാത്രമാണ് അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഓർഗനൈസേഷനിൽ അതായത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും എബിലിറ്റി ടു ഡെലിഗേറ്റ്, മേക്കിംഗ് എഫക്റ്റീവ് യൂസ് ഓഫ് ഓൺ ടൈം ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ്. എല്ലാവർക്കും അല്ലെ അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ചിലർക്ക് എല്ലാം എന്റെ കൈ അല്ലെ കയ്യിൽ ഒതുക്കി തന്നെ വെക്കുന്ന ഒരു നിലപാടാണെങ്കിലും കർക്കശ നിലപാടാണെങ്കിലും ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഒരു പവർ ഉണ്ട്, പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളിലും എന്താ അല്ലെ ഫുൾ റോള് വഹിക്കാനായിട്ടുള്ള ഒരു സമയക്രമം ഉണ്ടാവില്ല. ചിലർക്കൊക്കെ ചില അധികാരങ്ങൾ വിട്ടുകൊടുക്കും അല്ലെ, അവിടെ ഇൻചാർജ് ഉള്ള വ്യക്തികൾക്കൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചിലതൊക്കെ നടപ്പാക്കാനായിട്ട് മീറ്റിംഗ് സംഘടിപ്പിക്കാൻ, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള ടൈമിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. So ability to delegate, making effective use of all time and that of others. നമ്മുടെ സമയം അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഇൻചാർജ് അല്ലെ എല്ലാ പവറിലുള്ളവർക്കൊക്കെ അവരെ സമയം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അതായത് കാര്യക്ഷമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി അത് പ്രദാനം ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവും ആർക്കുണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. Okay, then last point number, good personal motivation and the ability to motivate the people working in the hospital. നമുക്കറിയാം ഹോസ്പിറ്റലിൽ എപ്പോഴും നന്നായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാവണമെങ്കിൽ എന്താണ് അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. സോ അവരൊക്കെ ആയിട്ട് നല്ല ടേംസിലൊക്കെ കൊണ്ടുപോകണം അല്ലെ, അവർക്ക് ചിലർക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, തീർച്ചയായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ ഉള്ള എന്താ പറയാ ഒരു അനുമോദിക്കാൻ അല്ലെങ്കിൽ ഒരു അവാർഡ് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്ലെ സാലറി കൂട്ടിക്കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ മാനേജ്മെന്റിനോട് ശുപാർശ ചെയ്യാനൊക്കെ ആയിട്ടുള്ള കഴിവ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടാവും അല്ലെ. എല്ലാവരെയും തുല്യമായിട്ട് തന്നെ കാണണം, ഒപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കണം. ഇൻ കേസ് ട്രെയിനിങ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഫ്രഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നേടിക്കൊടുക്കാനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. അതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ വർക്ക് ചെയ്യുന്നവർ വർക്ക് ചെയ്യില്ല, വർക്ക് ചെയ്യാത്തവർ വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഹ്യൂമൻ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ അവിടെയുള്ള എല്ലാ ഹ്യൂമൻ റിസോഴ്സസും തീർച്ചയായിട്ടും നല്ല രീതിയിൽ അല്ലെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള പ്രോത്സാഹനം അവിടെ കൊടുക്കണം അല്ലെ. അവർക്കുള്ള മോട്ടിവേഷൻസ് ഒക്കെ അവിടെ പ്രദാനം ചെയ്യണം. അതിനുള്ള കപ്പാസിറ്റിയും അവർക്കുണ്ടാവണം, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടാവണം. Good personal motivation and the ability to motivate the people working in the hospital. Then ability to review and evaluate, making adjustments as necessary.
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിലർക്ക് ഈ പറഞ്ഞ മാതിരി മോട്ടിവേഷൻ കൊടുത്ത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഉപരി അറിവായിരിക്കും അവരുടെ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ കുറച്ച് അറിവാണ് അവർക്ക് കൂടുതൽ. ഈ പറഞ്ഞ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോ അവരുടെ ഡ്യൂട്ടി അല്ലെ ഷിഫ്റ്റ് ടൈമുകൾക്കൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും. എനിവേ, എന്താണോ ആ ഹ്യൂമന് ആവശ്യമായിട്ട് വരുന്നത്, ആ ഹ്യൂമൻ ബീയിങ്ങിനെ മാക്സിമം ഔട്ട്കം നേടിയെടുക്കാനായിട്ട് എന്താണോ ആവശ്യകതയായിട്ടുള്ളത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ, വിലയിരുത്തി അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ഒരു എബിലിറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. സോ അദ്ദേഹം അല്ലെ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ. ആ ഒരു ഓൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അല്ലെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശേഷി ഉണ്ടാവും. അവരുടെ കഴിവില്ലായ്മകൾ എല്ലാം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പവർ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് പോകാവുന്നതാണ്. ഓക്കെ, കുറച്ച് പോയിന്റ്സുകളുള്ളൂ. എന്നാലും റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ പൊസിഷനിൽ ഹെഡ് ഓഫ് പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരെ ആലോചിച്ചാൽ മതി അവർക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡോക്ടറിന്റെ ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ് എടുത്തിട്ട് ഇത് ആരുടെ റോളാണ് അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ ചോദിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്ക് അറിയാവുന്നതാണ് ആ പൊസിഷനിലുള്ളവർക്ക് വേണ്ടിയിരിക്കുന്ന എബിലിറ്റീസ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. സോ ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മതി. അപ്പൊ ഓൾമോസ്റ്റ് ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ടി വരില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇതൊക്കെ തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് റിപ്പോർട്ട്സ് ടു ഗവേണിംഗ് ബോഡി. Okay, or other higher authorities such as a director of health services, secretary to government, etc. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള കുറച്ച് കഴിവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. പക്ഷെ അതേപോലെ തന്നെ ഒരു ചെറിയ ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതായത് അവർക്ക് മേലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവിനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് മേലുള്ള മേലധികാരികളുണ്ട്. തീർച്ചയായിട്ടും ആ മേലധികാരികൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട്സ് ടു ദ ഗവേണിംഗ് ബോഡി or other higher authority such as a director of health services. Okay, നമുക്കറിയാം ഡയറക്ടർ ഒക്കെ ആയിരിക്കും അവരോട് ചോദിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് എത്ര കോടി നമുക്കറിയാം അവരുടെ പെർമിഷൻ ഇല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കാൻ ഒരു അവാർഡ് കൊടുക്കണമെന്നോ ഒന്നും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കേസ് അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കാം. അവിടെ തീർച്ചയായിട്ടും ഡയറക്ടറോടൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. കാരണം മേലധികാരികളെ മനസ്സിലാക്കി അവരോട് കൃത്യമായിട്ട് അനുസരണയോടുകൂടി തീരുമാനം പോകേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഡ്യൂട്ടി തന്നെയാണ്. സോ അവർക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുക. സെക്രട്ടറി ടു ഗവൺമെന്റ് എക്സെട്ര. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ തന്നെയാണ് എന്തെങ്കിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ് അതെല്ലാം തയ്യാറാക്കി കൃത്യമായിട്ട് ചോദിക്കുന്നതനുസരിച്ചിട്ട് അല്ലെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ആക്ഷൻ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് നടപടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അവർക്ക് പാസ് ഔട്ട് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ്. സോ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരാണ് എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. അതൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഒപ്പം തന്നെ അവരുടെ മേലധികാരികള് അല്ലെങ്കിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടവർക്കെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ടുകളെല്ലാം പാസ് ഔട്ട് ചെയ്യേണ്ടത് ഇവർ തന്നെയാണ്. ഓക്കെ, ആ ഒരു സെന്റൻസ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക.
അതേമാതിരി തന്നെ വീണ്ടും നമുക്ക് അടുത്തൊരു ഭാഗം പഠിക്കാനുണ്ട് പേഴ്സൺ റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർക്ക് ആരൊക്കെയാണ് റിപ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോ ജസ്റ്റ് പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റർ ആർക്കൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുണ്ട്, ആരോടൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ജസ്റ്റ് നേരത്തെ പറഞ്ഞത്. തിരിച്ചും പേഴ്സൺസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു അഡ്മിനിസ്ട്രേറ്റർ, അഡ്മിനിസ്ട്രേറ്റർക്ക് ആരൊക്കെ റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിരിക്കും. മെഡിക്കൽ സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, കോർഡിനേറ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ്, പ്രിൻസിപ്പൽ സ്കൂൾ ഓഫ് നഴ്സിംഗ്, സ്കൂൾ ഓഫ് നഴ്സിംഗ്. നമ്മൾ പറഞ്ഞു കുറച്ച് അധികാരങ്ങളൊക്കെ കുറെ പേർക്കൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം, വിട്ടു കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സമയക്രമമൊന്നും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മെഡിക്കൽ സൂപ്രണ്ടന്റ് അവര് അതുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരിൽ നിന്നാണ് റിപ്പോർട്ടുകൾ തരുന്നത്. അതേമാതിരി തന്നെ നഴ്സിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് നിന്നാണ് റിപ്പോർട്ടുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ തരുന്നത്. സോ അവരെല്ലാം അഡ്മിനിസ്ട്രേറ്റർക്ക് ചോദിക്കുന്നതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം. അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഓക്കെ, ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെ അസിസ്റ്റൻസ് അവരോടൊക്കെ അല്ലെ ഇന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെല്ലാം കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർക്കൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കി തരും. നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി തൊഴിലാളികൾക്ക് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞു, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവരെ നേരിട്ട് ഓക്കെ അവിടെ പ്രോസസും കാര്യങ്ങളൊക്കെ റുട്ടീനായിട്ട് നിലവിലെടുത്ത് ആലോചിച്ച് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, അനലൈസേഷൻ ഒക്കെ നടത്തുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്കറിയാം ആ ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. കോർഡിനേറ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ് അറിയാം, എക്കോപ്പനിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള കോർഡിനേറ്റേഴ്സ്, മിക്കവാറും സൂപ്പർവൈസേഴ്സും കാര്യങ്ങളൊക്കെ അല്ലെ. അവരിൽ നിന്നൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ നേരിട്ട് നമുക്കറിയാം ഓരോന്നും കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേഷന് പറ്റില്ല. തീർച്ചയായിട്ടും അവരെ തൊട്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അവരിൽ നിന്നായിരിക്കും റിപ്പോർട്ടുകൾ എല്ലാം സ്വീകരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോർഡിനേറ്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ്, പ്രിൻസിപ്പൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്കാണ്. പിന്നെ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിലാണ് അല്ലെ. നമുക്കറിയാം ഓർഗനൈസേഷന്റെ സൈസും അല്ലെങ്കിൽ അവിടുത്തെ ഡിഫറെന്റ് ആക്ടിവിറ്റീസുകളുടെ ബേസ് ചെയ്തിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ റോളിനും വേരിയേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഇന്ന റിപ്പോർട്ടുകളൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതനുസരിച്ചിട്ടായിരിക്കും അവർ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കേണ്ടത്, അഡ്മിനിസ്ട്രേറ്റർ ആർക്കൊക്കെയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ വെക്കുക. ഓക്കെ, ഇതിൽ പെടുന്നത് അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കേണ്ടത് അങ്ങനെ വരുന്നതും പെടാത്തവയും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഇതുവരേക്കും വേറൊരു ടേംസ് ആണ്. ഇനി നമുക്ക് മറ്റൊരു ഇതിലേക്കാണ് പോകേണ്ടത്. സോ ഇതുവരെ ഒന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് HL. സോ അതുകൊണ്ട് അധികം ഡൗട്ടുകളും വരാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലെ. കാരണം നമ്മൾ HL കുറെ പഠിച്ചു പോയതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ, ഇനി നമ്മള് എന്താ പറയാ ഇവിടുത്തെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെ മാനേജ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം അല്ലെ, കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കൈകാര്യം ചെയ്യുക അല്ലെ. അപ്പൊ അവിടെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതിന്റെ ഒരു അല്ലെ അവിടെ കാഴ്ചപ്പാടുകളുള്ള ഒത്തിരി ആൾക്കാരുകൾ അവരുടെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോ മാനേജ്മെന്റ് എന്നുള്ളത് ഹെൻറി ഫയോളിന്റെ അഭിപ്രായത്തിൽ എന്താണ് അവിടെ വിശകലനം ചെയ്തേക്കണേന്ന് നോക്കാം. മാനേജ്മെന്റ് ഈസ് ടു ഫോർകാസ്റ്റ്
to plan, to organize, to command, to coordinate, and to control activities of others. Okay, ഇവരുടെയൊക്കെ അഭിപ്രായത്തിലുള്ളതൊക്കെ കൃത്യമായിട്ട് അതേപോലെ തന്നെ ഡെഫിനിഷൻ മനസ്സിലാക്കി തന്നെ വെക്കണം. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ടു ഫോർകാസ്റ്റ്, ആസൂത്രണം ചെയ്യുക അല്ലെ. ടു ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രവചിക്കുക. ഓക്കെ, പ്രവചിക്കുക തന്നെ. ഓക്കെ, നമ്മള് ടു ഫോർകാസ്റ്റ് നമ്മള് പ്രവചിക്കുക അല്ലെ. ടു പ്ലാൻ, ആസൂത്രണം ചെയ്യുക. നമുക്ക് ഓരോന്നും നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി തന്നെ നോക്കുക. ഇപ്പൊ എന്തെങ്കിലും നമ്മള് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നേരത്തെ കൂട്ടി ഒരു പ്രവചനം അല്ലെ, അതാണ് ആ ഒരു ഫോർകാസ്റ്റിലേക്ക് ഇരിക്കുന്നത്. നമ്മൾ അല്ലെ ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത്രയും റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, ഇത്രയും അസറ്റ്, ക്യാപിറ്റൽ ഇതൊക്കെ വേണം എന്നുള്ളത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത്രയും റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു പ്രവചനം, അതാണ് ഫോർകാസ്റ്റ്. ഈ ഫോർകാസ്റ്റ് ഇത്രയും റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇത്രയും ആസൂത്രണം ആവശ്യമാണ് അവിടെ. ടു പ്ലാൻ അല്ലെ, അപ്പൊ ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്. അപ്പൊ നമ്മളിങ്ങനെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം. ടു കമാൻഡ് അല്ലെ, അതായത് എന്താണ്? ആജ്ഞാപിക്കുക. നമുക്ക് കമാൻഡ് എന്ന് പറയുന്നത് ആജ്ഞാപിക്കുകയാണ്. അതായത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ആജ്ഞാപിച്ച് ഓരോരുത്തരൊക്കെ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു മേലുദ്യോഗസ്ഥരൊക്കെ നിയമിച്ചു കൊണ്ടൊക്കെയാണ് നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്ത് പോകാനായിട്ട് മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു അധികാരങ്ങൾ വിട്ടുകൊടുക്കുന്നത് അല്ലെ. അവരാണ് കമാൻഡ്, സൂപ്പർവൈസേഴ്സ് ഒക്കെയാണ്, അവരാണ് കമാൻഡ് ചെയ്യുന്നത് അല്ലെ, ആ ഓർഡറുകളൊക്കെ കമാൻഡ് ആജ്ഞാപിക്കുന്നത്. ദെൻ ടു കോർഡിനേറ്റ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ ഓക്കെ ഏകോപിപ്പിക്കുക. ടു കോർഡിനേറ്റ്, നമ്മൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാം. ഈ കൊടുക്കുന്ന കമാൻഡുകളെല്ലാം ഓക്കെ സൂപ്പർവൈസേഴ്സ് ഒക്കെ അവർ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം ഒരു ലക്ഷ്യം, ഒരു എയിം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നേരത്തെ കൂടി ആ ഫോർകാസ്റ്റ് ചെയ്ത ഒരു എയിം, ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ അതെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്, അത് മാത്രമല്ല നമ്മളിങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ചില ഡിപ്പാർട്ട്മെന്റൊക്കെ വിചാരിച്ച രീതിയിൽ ചെയ്യുന്നുണ്ടാവില്ല. സോ അങ്ങനെ വരുമ്പോൾ അവിടേക്ക് എന്താണ് വേരിയേഷൻസ്, എന്താണ് പ്രോബ്ലംസ്, അതിനൊക്കെ കറക്റ്റ് ചെയ്ത് പോകേണ്ടത്. എവിടെയെങ്കിലും നമ്മൾക്ക് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്തു പോകും. അങ്ങനെ വരുമ്പോഴാണ് അത് നല്ല രീതിയിൽ നമുക്കറിയാം റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കൈകാര്യം ചെയ്യുക അല്ലെ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ ആ വേദിയില് പല കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. കൈകാര്യം ചെയ്യണമെങ്കിൽ നേരത്തെ കൂട്ടി പ്രവചിക്കണം, അതനുസരിച്ച് പ്ലാൻ ചെയ്യണം, അതനുസരിച്ച് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം, കമാൻഡ് ചെയ്ത് സംഘടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കമാൻഡ് ആൻഡ് ഓർഡറിൽ നടപ്പാക്കി കൊണ്ടുപോയാൽ മാത്രമാണ് അത് റിസൾട്ടിലേക്ക് എത്തുകയുള്ളൂ. ഇങ്ങനെ കമാൻഡ് ആൻഡ് ഓർഡറൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകോപിപ്പിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം അല്ലെ, കോർഡിനേറ്റ് ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എവിടെയെങ്കിലൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് കൺട്രോൾ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ആ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഹെൻറി ഫയോൾ ആണ് ഈ നിർവചനം ഇവിടെ മാനേജ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി വെക്കുക. മാനേജ്മെന്റ് to plan, to organize, to command, to coordinate, and to control activities of others. ഓക്കെ, അപ്പൊ മറ്റുള്ളവരെ കൊണ്ട് എല്ലാം ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോയാലാണ് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഹോസ്പിറ്റലിലേക്ക് ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് മെഷീൻ ഉണ്ടെങ്കിൽ കൂടി അതിനെ കൈകാര്യം ചെയ്യുന്നതും ഹ്യൂമൻ റിസോഴ്സസിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. സോ ഈ മറ്റുള്ളവരെ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവരിൽ നിന്നും ഇത്രയും ഫോർകാസ്റ്റ്, ഇത്രയും ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രവചിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കമാൻഡ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്ത് ലക്ഷ്യം നേടിയെടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെയാണോ? ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞോ? ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി പോവുക. വീണ്ടും നമുക്ക് നോക്കാം. മാനേജ്മെന്റ് is all the process and has existed ever since man has been organized into communities. Okay, നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അല്ലെ. ഇപ്പോ ഈ ഒരു ചിന്താഗതികളൊക്കെ വ്യത്യസ്ത വീക്ഷണകരൊക്കെ നമ്മള് ഹ്യൂമൻ റിസോഴ്സസിലൊക്കെ ഒത്തിരി പഠിച്ചു പോയതാണ് അല്ലെ. ആ ചിന്തകരൊക്കെ നിർവഹിച്ച് പല നിർവചനങ്ങളൊക്കെ ഉള്ളതാണ് മാനേജ്മെന്റിന്റെ
ഓരോ നിർവചനങ്ങളൊക്കെ പലതരത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. It is sometimes thought to be a process of the 20th century, but this is not so. ഓക്കെ, നമുക്ക് അറിയാം 20 കാലഘട്ടങ്ങൾ മുതൽ അതിന്റെ ഒരു പ്രാബല്യത്തിൽ ഈ പ്രോസസ്സുകൾ വരുന്നുണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പഴയ കൺസെപ്റ്റുകൾ തന്നെയാണ്. പഴയ കാലഘട്ടം മുതൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ പറയുന്നു whenever people have worked together in a group to grow crops, to buy and sell, to reach was, to build a temple, there was the involvement of management. നമുക്കറിയാം പഴയ കാലഘട്ടമാണെങ്കിലും ആ കാലഘട്ടത്തിലും ഈ ഒരു മാനേജ്മെന്റ് ഇവർ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിലാണെങ്കിലും നമുക്കറിയാം അവിടെ വിളകൾ അല്ലെ കാര്യങ്ങളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഉപജീവനമാർഗം മീൻസ് ഭക്ഷണം ആഹാരമൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ പ്രാഥമിക ലക്ഷ്യങ്ങൾ അല്ലെ. അതിനൊക്കെ വേണ്ടിയിട്ട് അത് വിളയിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അല്ലെ പർച്ചേസ് ചെയ്യാനും അതേമാതിരി തന്നെ വിൽപ്പന ചെയ്യാനും അല്ലെങ്കിൽ കേസ് യുദ്ധകാലാടിസ്ഥാനത്തിലൊക്കെ വേജസും കാര്യങ്ങളൊക്കെ അവിടെ കൂലി കൊടുത്തുകൊണ്ട് അല്ലെ പട്ടാളക്കാരെ നിയമിക്കുന്നതിന് പകരം നമുക്കറിയാം ആ കാലഘട്ടത്തില് ഓരോ രാജ്യങ്ങളൊക്കെ പരസ്പരം യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അവരൊരു നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് അതെല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. കേസ് ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ടെമ്പിൾസ് ഒക്കെ സ്ഥാപിക്കുമ്പോൾ അല്ലെ ആദ്യം നമുക്കറിയാം നമ്മള് ഹോസ്പിറ്റലൊക്കെ പഠിച്ചുകൊണ്ട് അല്ലെ സ്റ്റാറ്റിക് ഹിസ്റ്ററിയിലൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഡെവലപ്പ് ചെയ്തത് ടെമ്പിൾ അല്ലെ. അവിടെ ആ ഒരു ടെമ്പിളിലൊക്കെ ഒരു നിശ്ചിത മേഖലകളൊക്കെയാണ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അല്ലെ. അതിലെ ശുശ്രൂഷ സേവനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ മാതിരി മത സൗഹാർദ്ദമാകുന്ന പ്ലേസുകളിലൊക്കെ. അപ്പൊ അതൊക്കെ ബിൽഡ് ചെയ്യുന്ന ടൈമുകളിലെല്ലാം തന്നെ മാനേജ്മെന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ ആ കാലഘട്ടങ്ങളിലെല്ലാം മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ ഈ വ്യൂസ് പോയിന്റ്സുകൾ അല്ലെ പുതിയ പുതിയ കണ്ടെത്തലുകൾക്ക് അനുസരിച്ചിട്ട് ഭേദഗതികൾ വരുന്നുണ്ടെന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. അത്യാവശ്യം മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. The most comprehensive way to define management is നമുക്കറിയാം ഇച്ചിരി കൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് is a key process. The function of a management is to enable our patient, doctor, team to do their job as easily, efficiently, economically, and effectively, and as humanly as possible, so that they can develop and maintain a caring environment within the hospital or അതായത് നമ്മളിപ്പോ കുറച്ച് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും ഈ ഒരു ഹെൻറിഫൈയുടെ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴേ നമുക്കറിയാം അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, നഴ്സുമാര്, ടെക്നീഷ്യന്മാര് അവരൊക്കെയാണ് അല്ലേ. ആണോ? ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അവരെ ആരെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അവിടെ ഡോക്ടേഴ്സ്, നഴ്സുമാര്, ടെക്നീഷ്യന്മാര്, സ്പീക്കേഴ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. സോ ആ ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. കാരണം നമ്മൾ ഹോസ്പിറ്റലിന്റെ ആണ് കോഴ്സ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ പേഷ്യന്റ്, ഡോക്ടർ, നഴ്സ്, ടീം ടു ഡു ദെയർ ജോബ് ആസ് ഈസിലി അല്ലെ. വരുന്ന കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യന്റ് അവിടെ ഡോക്ടേഴ്സിന്റെ, നഴ്സുമാര് നല്ലൊരു സേവനമാണ് അവർക്ക് വേണ്ടത്. തീർച്ചയായിട്ടും നല്ല ഡോക്ടേഴ്സ്, നല്ല നഴ്സുമാരുണ്ടെങ്കിൽ അത് നല്ലൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആ സ്റ്റാഫുകൾ അല്ലെ അവിടെ ഈസി ആയിട്ട് തന്നെ ജോലി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. എഫിഷ്യന്റ്ലി എന്ന് പറയുന്നത് എന്താണ്? കാര്യക്ഷമമായിട്ട് തന്നെ പോകണം. എക്കണോമിക്കലി നമുക്കറിയാം അധികം ബർഡൻ ആയിട്ടുള്ള സാലറി ഒന്നും പ്രൊവൈഡ് ചെയ്ത് മാനേജ്മെന്റിന് അതായത് എംപ്ലോയർക്ക് അല്ലെ അത് സ്ഥാപിച്ചവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നാൽ പേഷ്യന്റിനും തീർച്ചയായിട്ടും അധികം പേയ്മെന്റ് കൊടുത്തിട്ട് ഈ സർവീസ് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. സോ അവർക്ക് ഇരുകൂട്ടർക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ ആസൂത്രണം ചെയ്യുമ്പോൾ ഇതെല്ലാം മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ എംപ്ലോയർ ഒരുപാട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചവര് ഒരുപാട് റിസ്ക് എടുത്ത് പുതിയ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ അതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്. അവരെ കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ അതനുസരിച്ചിട്ട് ഒരുപാട് ബേർഡൻ പേഷ്യൻസിലേക്കും കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ ഇരുകൂട്ടർക്കും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തു പോകണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ലെവലിൽ തന്നെയാണ് അല്ലെ. അപ്പോ എഫിഷ്യന്റലി, എക്കണോമിക്കലി ആൻഡ് എഫക്റ്റീവ്ലി ഫലപ്രദമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യണം.
and as humanly as possible so that they can develop until again നമുക്കറിയാം ഹ്യൂമൻലി ഈവൻ ഇത് കൂട്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പേഷ്യൻസിനാണെങ്കിലും ഓക്കെ ആയിരിക്കണം, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഓക്കെ ആയിരിക്കണം, എംപ്ലോയർ ആയിട്ടുള്ള ഹ്യൂമൻ അല്ലെ അവർക്കും ഓക്കെ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം, അത് വികസിപ്പിച്ചു കൊണ്ടുപോകണം. ആൻഡ് മെയിൻറ്റെയിൻ എ കെയറിംഗ് എൻവയൺമെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നല്ലൊരു എൻവയൺമെന്റ് സ്ഥിതിവിശേഷമാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റൽ ബെറ്ററായിട്ട് റൺ ചെയ്തു പോകാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാം നമുക്കറിയാം അവിടുത്തെ ഹ്യൂമൻ ബീയിങ് ഓക്കെ ആവണം അല്ലെ, അതിനനുസരിച്ചിട്ടുള്ള കൈകാര്യമാണ് അവിടെ വേണ്ടി വരുന്നത്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കീ പ്രോസസ് ആണ് അല്ലെ, ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോസസ് അവിടെ ഉണ്ടെങ്കിലാണ്, ഒരു നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ആണോ? ഒരു കീ പ്രോസസ് ആണെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഈ പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലേക്ക് എത്തുന്ന വരെയുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എത്തിക്കാം നോക്കാം. വീണ്ടും അത് ഒരു ഇതിലേക്ക് നോക്കാം. It is defined as the process of organizing, using and controlling human activities and other resources towards a special end. ഓക്കെ, നമുക്കറിയാം. അപ്പോ നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യണം അല്ലെ, രൂപകൽപ്പന ചെയ്യണം. അത് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സംഘടിപ്പിച്ചു കൊണ്ടുവരണം അല്ലെ. ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഇത്രയും പേഷ്യൻസിന് ഇത്രയും സ്റ്റാഫുകൾ വേണ്ടി വരും, ഇത്രയും മെഷീൻസ് വേണ്ടി വരും, അതിനനുസരിച്ചുള്ള ഫണ്ട് ഇറക്കണം അല്ലെ. എല്ലാം നന്നായിട്ട് രീതിയിൽ സംഘടിപ്പിച്ചു കൊണ്ടുവരണം. യൂസിങ് ആൻഡ് കൺട്രോളിങ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെ. ഇൻ കേസ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഷീൻ ഏറ്റെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തത് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ മതിയായ രീതിയിൽ പേഷ്യൻസ് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം ആ എയിം അല്ലെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റാതെ വരും. സോ എവിടെയാണ് ഫോൾട്ട് അത് അനുസരിച്ചിട്ട് ഒരു കൺട്രോളിങ് നമ്മുടെ ആവശ്യമായിട്ട് വരും. മിക്കവാറും നമുക്കറിയാം ഹ്യൂമന്റെ ആക്ടിവിറ്റീസിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ട്രെയിനിങ് കിട്ടാത്തതിന്റെ അപകടമായിരിക്കാം. സോ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അതനുസരിച്ചുള്ള മോട്ടിവേഷൻ കൊടുക്കേണ്ടതായിരിക്കും. അപ്പൊ ഇൻ കേസ് ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ കൃത്യമായിട്ട് അവൈലബിൾ ആവാത്തതുകൊണ്ടായിരിക്കാം. സോ അതിനനുസരിച്ച് വർക്കിംഗ് കണ്ടീഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ എന്ത് ആക്ടിവിറ്റിക്കാണോ കൺട്രോൾ നടത്തേണ്ടത് അതനുസരിച്ചിട്ടുള്ള കൺട്രോളിങ് അവിടെ നടത്തണം. അതർ റിസോഴ്സസ് ടുവേഴ്സ് സ്പെഷ്യൽ എൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു എൻഡിലേക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരേക്കും ആ റിസോഴ്സസുകളെല്ലാം തന്നെ ഒന്നിച്ച് മൂവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത് പോയാലാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് whereby resources in terms of people, finance, equipment and facilities are mobilized ideally in an efficient and effective manner to serve the purpose of the institution. Okay, institutionന്റെ പർപ്പസ് എന്താണ് ഉദ്ദേശം? ചില ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് വേണമെന്നുള്ള ലക്ഷ്യായിരിക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ എന്തായിരിക്കും സ്റ്റാർട്ടിങ്ങില് ഹോസ്പിറ്റലിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും? എന്തായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഏതൊരു ന്യൂ ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്യണം, ആ ഹോസ്പിറ്റലിൽ എന്തായിരിക്കും ഫസ്റ്റ്ലി ആഗ്രഹിക്കുന്നത്? ഇത്രയും പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് നേടിയെടുക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുക അല്ല. ഫസ്റ്റ് അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിന്റെ ഇടയിൽ നല്ല പേര്, നല്ല ഹോസ്പിറ്റൽ ആണെന്നുള്ളൊരു പേര് നേടിയെടുക്കാനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിന്റെ ഇടയിൽ, അതായത് ജനങ്ങളുടെ ഇടയിൽ, പേഷ്യൻസിന്റെ ഇടയിൽ ഇമേജ്, ആ സ്റ്റാറ്റസ് അല്ലെ, ആ ഇമേജ് നേടിയെടുക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. കാരണം പബ്ലിക്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു നല്ല ഹോസ്പിറ്റൽ എന്നുള്ള പേരുണ്ട്, നല്ല ഡോക്ടർ, നല്ല സേവനം, നല്ല അല്ലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എല്ലാം കേസ് അധികം സമയം എടുക്കാതെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, നല്ല അഡ്മിനിസ്ട്രേഷനാണ്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക നല്ല പേരുകൾ, നല്ല സ്റ്റാറ്റസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് വരും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അല്ലെ ഒരുപാട് സമയമൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്കറിയാം ഒരുപാട് ടൈം എടുക്കുന്ന ഏതൊരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല, ഫിനാൻസിനേക്കാൾ അധികം. ഓക്കെ, സർവീസ് ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ഒരു സർവീസ് ആണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്നത് എന്ന് അറിയപ്പെടുന്നത്.
തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. സോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം എന്താണ്? അതേസമയം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് മൂവ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ പോവുകയാണ്. അപ്പൊ അവർക്ക് ഇൻകേസ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റും കൂടി സ്ഥാപിക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ അല്ലെ വരുന്ന ഒരു കാലഘട്ടം നമ്മൾ എന്താ അവിടെ ഹോസ്പിറ്റലിന്റെ പേരുള്ള ഇമേജിനോടൊപ്പം തന്നെ ഒരു കുറച്ചും കൂടി പ്രോഫിറ്റ് ഓറിയന്റഡ് ആക്കണമെന്ന് ആഗ്രഹിക്കും അല്ലെ. പുതിയ പുതിയ ഫെസിലിറ്റീസ് അവിടെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അപ്പൊ ഓരോന്നും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണോ ആ ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് whereby resources in terms of the people, finance, equipment and facilities are mobilized. അല്ലെ അവിടെ നമ്മള് സൗകര്യങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ് നമുക്കറിയാം, ഫിനാൻസ് അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ചിലപ്പോ മിക്ക ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ തൊട്ടടുത്ത് വരുമ്പോൾ ചിലപ്പോ ആ ഹോസ്പിറ്റലിന്റെ വർഷം കൂടി താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ വരുന്നു എന്ന് ഫേസ് ചെയ്യുമ്പോൾ അവർ അതിൽ തന്നെ ഇപ്പൊ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ദെൻ അപ്പൊ ആ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഡിജിറ്റലൈസ് ആയിട്ടുള്ള കാലഘട്ടമാണ് അല്ലെ. ഒന്നിനെ നിന്നുകൊണ്ടൊന്നല്ല, ഡിജിറ്റലൈസേഷൻ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യാണ് അല്ലെ. ഒരു ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടൊന്നും ഇപ്പൊ ഹോസ്പിറ്റലില്ല. അപ്പൊ ആ ഒരു ഇതിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വന്നത് എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലിലും ഓരോന്നോരോന്ന് പുതിയത് അപ്ലൈ ചെയ്ത് ആൾക്കാരെ അല്ലെ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും മറ്റു ഹോസ്പിറ്റലും ആ ലെവലിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പർപ്പസ് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. Resources and development of people, finance, equipment and facilities are mobilized ideally in an efficient and effective manner. അത് കാര്യക്ഷമമായിട്ടും ഫലപ്രദമായ രീതിയിലും ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അത് അതിന്റെ പർപ്പസ് അനുസരിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസ് അനുസരിച്ചിട്ട് ഉദ്ദേശം അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്തു പോകുന്നതിനെയാണ് എന്തെന്ന് പറയേണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഓരോ ഡയമെൻഷനിലും ഓരോ രീതികൾ, അതായത് ഇതിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യത്തിന്റെ അർത്ഥമാക്കുന്നത്. ഇവിടെ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ ഉള്ള റിസോഴ്സസ് എന്താണ്? എന്ത് അസറ്റാണ് അവിടെ മോസ്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പൊ അതൊരു അസറ്റ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസ് അവിടെ കൈകാര്യം ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ. അപ്പൊ മണി നമുക്കറിയാം അത് ഒരു റിസോഴ്സസ് തന്നെയാണ്. ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പൊ പറഞ്ഞ ഇപ്പോ അല്ലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനിച്ചു ഉറപ്പിച്ചാലും അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടില്ലെങ്കിൽ പറഞ്ഞതൊന്നും നടക്കില്ല അല്ലെ. അപ്പൊ മണി മെയിൻ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. മെറ്റീരിയൽസ് ഓക്കെ ഫണ്ട് ഉണ്ട്, മാൻ ഉണ്ട്, മാൻസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ഇന്നതാണെന്ന് നമ്മൾ കണ്ടെത്തി. പക്ഷെ അത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സ്ഥാപിക്കാൻ ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അത് പല രീതിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അല്ലെ അതിനനുസരിച്ച് ഇൻകേസ് ചിലപ്പോൾ ആണെങ്കിൽ ആ മെറ്റീരിയൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി അത് റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ സാധനങ്ങൾ വീണ്ടും ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഒന്ന് മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ മിതമായ രീതിയിൽ ലഭ്യമാക്കത്തക്കത്തിൽ ഉണ്ടാവണം അല്ലെ. അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെഷീനറി പറഞ്ഞ മാത്രം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ മാത്രമല്ല. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും പെടാം അല്ലെ. ഫർണിച്ചർ കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസിൽ പെടാം. അതുപോലെ തന്നെ മെഷീനറി പറഞ്ഞ അല്ലെ മെഷീനിന്റെ പ്രവർത്തനങ്ങൾ അവിടെ കൂടുതലാണ്. ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് എക്യുപ്മെന്റ്സിന്റെ മെഷീന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമാണ്. മെത്തേഡ് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഓപ്പറേഷനിൽ തന്നെ വ്യത്യസ്ത മെത്തേഡുകളുണ്ട് അല്ലെ. ഓപ്പൺ സർജറിക്ക് അപ്പുറം റോബോട്ടിക് ആയിട്ടുള്ള സർജറി വരെ അവൈലബിൾ ആണ്. സോ നമുക്കറിയാം ആ ഹോസ്പിറ്റലിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. സോ ഏത് വേണമെങ്കിലും റിസോഴ്സസ് നമുക്ക് തെരഞ്ഞെടുക്കാം. ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ ഫിനാൻസ് ഇച്ചിരി കുറവാണെങ്കിലും ഹ്യൂമൻ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം ചിലപ്പോൾ കൊടുത്തുകൊണ്ട് അല്ലെ. അവരുടെ കഴിവിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഫിനാൻസ് കൂടുതലുള്ളവരാണെങ്കിൽ എന്താണ് അവിടെ വലിയ വലിയ മെഷീൻസ് സ്ഥാപിച്ച് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുക. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് മതിയായ ഡോക്ടേഴ്സിനെയോ
നഴ്സുമാരെയൊക്കെ കണ്ടെത്താനായിട്ടായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അപ്പോ ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായെങ്കിലും നല്ല ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ. ആ ഡോക്ടേഴ്സിന്റെ സേവനം നേടിയെടുക്കാൻ വേണ്ടി മാത്രം ആ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള സാധ്യതയില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. കാരണം ചില ഡോക്ടേഴ്സിന് അതിനുള്ള കഴിവുണ്ട് അല്ലെ. ആ ഏബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് അത് ചിലപ്പോ അവര് ആ ഡോക്ടറിന്റെ കഴിവില് പിടിച്ചു നിൽക്കുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. അത് പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ആ ഹോസ്പിറ്റലിൽ അവരെ കെയർ ചെയ്യുന്നത്. അത് നമുക്കറിയാം, മെഷീൻ പുതിയ ഫെസിലിറ്റീസ് ഒക്കെ നല്ലതാണ്, പക്ഷെ മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. നല്ല ഏബിൾ ആയിട്ടുള്ള ഏത് മെഷീൻ ആണെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിന്റെ പിന്നില് മാൻ പവർ ആവശ്യമാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ആവശ്യമാണ്. അപ്പൊ മനുഷ്യന്റെ കഴിവ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ വിജയിക്കണം. ഓക്കെ, നമുക്ക് ഇതുവരേക്കും എടുത്ത് നിർത്താം. ഓക്കെ അല്ലേ? കൂടുതൽ എടുത്തു പോയോ? നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമല്ലേ? നമുക്ക് ഇത്രയും സ്പീഡില് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ 6th ഉം 7th ഉം ഒക്കെയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഓർമ്മയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോണത്. എങ്കിലും സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ. സ്ലോയിൽ പോകാൻ ശ്രമിക്കാം. ഓക്കെ, ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ വായിച്ചു തന്നെ പോരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നമുക്ക് അപ്പൊ കവറേജ് പോവാം. പെൻഡിങ് ആയിട്ടൊന്നും വെക്കണ്ട, അത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.